എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി മലയാളി നിങ്ങളുടെ മുന്നിൽ ഏറെ വിഷമമുള്ള ഒരു വാർത്തയാണ് പങ്കുവെക്കുന്നത്. ജീവിതത്തിന്റെ പച്ചപ്പ് തേടി കടൽ കടന്നെത്തുന്ന ഓരോ പ്രവാസിക്കും കാണും പറയാൻ 1000 കഥകൾ, നീറുന്ന യാഥാർത്ഥ്യങ്ങൾ. ഉള്ളിലൊതുക്കി അവർ പണിയെടുക്കും പ്രിയപ്പെട്ടവരെ പോറ്റാൻ. തൻ്റെ കുടുംബത്തിന്റെ ഭാരം സ്വയം ഏറ്റെടുത്ത് ജീവിതത്തെ ജീവിച്ചു തോൽപ്പിക്കാൻ പ്രവാസ ഭൂമികയിലെത്തി ഒടുവിൽ തളർന്നു വീണ മലയാളി യുവതിയുടെ ജീവിതം ആരെയും കണ്ണീരിലാഴ്ത്തും. ഓട്ടോ ഇമ്മ്യൂൺ എൻസെഫലൈറ്റിസ് എന്ന അപൂർവ രോഗം ബാധിച്ച് 6 മാസമായി അബുദാബി ഷെയ്ഖ് ഖലീഫ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന തിരുവനന്തപുരം നെടുമങ്ങാട് വിതുര ലളിതാ ഭവനിൽ ബിന്ദുവിന്റെ മകൾ നീതു ഷാജി പണിക്കരാണ് ഗൾഫ് പ്രവാസികളുടെ തേങ്ങലായി തീർന്നത്. അരയ്ക്കു താഴെ തളർന്ന അബോധാവസ്ഥയിൽ കഴിയുന്ന നീതുവിന് മനസ്സിൽ കാരുണ്യം വറ്റിയിട്ടില്ലാത്തവരുടെ അകമഴിഞ്ഞ സഹായമുണ്ടെങ്കിലേ ഇനി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സാധിക്കൂ. ഭർത്താവ് ഉപേക്ഷിച്ചതോടെ നിത്യജീവിതത്തിന് വകയില്ലാതായതോടെയാണ് 2 മക്കളെയും സഹോദരിയെ ഏൽപ്പിച്ച് അബുദാബിയിൽ ക്ലീനിങ് കമ്പനിയിൽ ജോലിക്ക് വന്നതായിരുന്നു ബിന്ദു. കിട്ടുന്ന ചെറിയ തുക കൊണ്ട് മക്കളെ പഠിപ്പിച്ചു. രാപ്പകലില്ലാതെ പണിയെടുത്ത് 5 സെന്റ് സ്ഥലവും പഴയൊരു വീടും വാങ്ങിച്ചു. അതിനിടെ ഷാർജയിൽ ജോലിക്കാരനായിരുന്ന ജിതിനുമായി ഡിസംബറിൽ മകൾ നീതുവിന്റെ വിവാഹവും നടത്തി. കല്യാണശേഷം സന്ദർശക വിസയിൽ ജനുവരിയിലാണ് 20കാരി അബുദാബിയിലെത്തിയത്. മാർച്ച് 17-ന് നീതുവിന് പനിയും ഛർദിയും അപസ്മാരവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സിച്ചെങ്കിലും അപസ്മാരം മൂർച്ഛിച്ചതോടെ 27-ന് ഷെയ്ഖ് ഖലീഫ മെഡിക്കൽ സിറ്റിയിലേക്ക് മാറ്റുകയാണുണ്ടായത്. നിർത്താതെ ഉണ്ടാകുന്ന അപസ്മാരം മൂലം 4 മാസത്തോളം തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. നട്ടലിൽ നിന്ന് ഫ്ലൂയിഡ് കുത്തിയെടുത്ത് അമേരിക്കയിലെ ബയോലാബിലേക്ക് അയച്ചു പരിശോധിച്ചതിനെ തുടർന്നാണ് ഓട്ടോ ഇമ്മ്യൂൺ എൻസെഫലൈറ്റിസ് എന്ന അപൂർവ രോഗമാണെന്ന് തിരിച്ചറിഞ്ഞത്. തുടർന്ന് എറണാകുളം അമൃത ആശുപത്രി, ക്ലിഫ് പ്ലാന്റ് ക്ലിനിക്, മഹ്റോക്ക് എന്ന ആശുപത്രികളിലെ ന്യൂറോ വിദഗ്ധ ഡോക്ടർമാരുടെ മാർഗനിർദ്ദേശം അനുസരിച്ചാണ് ചികിത്സ തുടരുന്നത്. നേരത്തെ മണിക്കൂറിൽ 45 തവണ അപസ്മാരം സംഭവിച്ചിരുന്നത് 6 മാസത്തെ ചികിത്സയ്ക്കു ശേഷം 15ആയി കുറഞ്ഞെങ്കിലും ശരീരം അരയ്ക്കു താഴെ തളർന്നു. ചില സമയത്ത് ആളുകളെ തിരിച്ചറിയും. എന്നാൽ 2 മാസമായി ഫിസിയോ വാർഡിലാണിപ്പോൾ. വിദേശികളെ ചികിത്സിക്കുന്ന പരമാവധി സമയവും ഇതോടകം കഴിഞ്ഞു. ഈ മാസം 26 വരെ മാത്രമേ ഇവിടെ ചികിത്സിക്കാൻ സാധിക്കൂവെന്നാണ് ആശുപത്രി അധികൃതർ ഇവരെ അറിയിച്ചിരിക്കുന്നത്. സാധാരണ യാത്രാ വിമാനത്തിൽ നീതുവിനെ കൊണ്ടുപോകാൻ സാധിക്കില്ല. എയർ ആംബുലൻസിൽ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാമ്പത്തിക ശേഷിയോട്ട് ഇവർക്ക് ഇല്ല. എന്നാൽ ഇവിടെ വർഷങ്ങളോളം പണിയെടുത്ത് വാങ്ങിയ 5 സെന്റ് പുരയിടവും സുഹൃത്തിന്റെ സ്ഥലവും പണയം വെച്ചാണ് മകളുടെ വിവാഹം നടത്തിയത് എന്നാണ് ബിന്ദു പറയുന്നത്. സന്ദർശക വിസയിലായിരുന്ന നീതുവിന്റെ വിസ കാലാവധി കഴിഞ്ഞിട്ട് മാസങ്ങളേറെയായി. നാട്ടിൽ കൊണ്ടുപോകാനോ തുടർ ചികിത്സ നടത്താനോ ഏതൊരു വഴിയുമില്ല. ഈ അവസ്ഥയിൽ ഇവരെയും കൂട്ടി എങ്ങോട്ട് പോകുമെന്ന് അറിയില്ലെന്നും ബിന്ദു പറയുന്നു. നീതുവിനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. കൂടുതൽ വിവരങ്ങൾക്ക് സഹായിക്കാൻ മനസ്സുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക. 00971567766835. നമ്പർ ഒരിക്കൽ കൂടെ പറയാം, 00971567766835. മനുഷ്യത്വം മരവിക്കാത്ത ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. സഹായിക്കാനുള്ള ഉറച്ച തീരുമാനത്തിലേക്ക് നമുക്ക് എത്താം. ഒരു കൈത്താങ്ങാവാം. വീണ്ടും പ്രവാസി മലയാളിയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.